പറ്റിച്ചും വീഡിയോ ഇട്ടിട്ടില്ല. ഒരു മിസ്ലീഡിംഗ് കംപ്ലൈനോ വീഡിയോക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മിസ്ലീഡിംഗ് കംപ്ലൈനോ അല്ലെങ്കിൽ വീഡിയോയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കാണിക്കലോ ഇന്നേ വരെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടില്ല. നമ്മൾ വീഡിയോ ഓർഗാനിക്കലിയാണ് എന്താണോ ആ കോണ്ടന്റിലുള്ളത് അതാണ് നമ്മൾ കംപ്ലൈനായിട്ട് വെക്കുക. അപ്പോൾ ആ ഒരു സ്കാമിൻ്റെ കാര്യം എല്ലാവരും പറയുമ്പോൾ ഫോർച്യൂണർ എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര സ്വപ്നമാണ്. ഇപ്പം സത്യം പറഞ്ഞ വിഷമം തോന്നുന്നുണ്ട്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അതിനെപ്പറ്റി അങ്ങനെ. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊണ്ടവേദനയാണ്, അതുകൊണ്ട് സൗണ്ടൊന്നും വലുതായിട്ടില്ല. എന്നാൽ ചോദിക്കുക, എല്ലാ വീഡിയോസിനും ഭയങ്കര സൗണ്ടാണോ, നിങ്ങളുടെ നല്ല ക്ലാരിറ്റി ആണോ, എന്തിനു കൊള്ളാം, കൊണ്ടുവന്ന് ഉപ്പിലിട്ട് വെക്ക്. ഈ കമൻറ്റുകളൊക്കെ നിരോധിച്ചിരിക്കുന്നു. കമൻറ്റുകൾ നിരോധിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കമൻ്റ് ഇട്ട് പോലും നമ്മളെ വേദനിപ്പിക്കാത്ത വ്യൂവേഴ്സാണ് നമുക്കുള്ളത്. പ്ലീസ്, നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ല ഓപ്പൺ ചെയ്യുന്നവരാണെങ്കിലും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും നല്ല കാര്യമോ ചീത്തയോ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, നിങ്ങളുടെ വിമർശനങ്ങൾ രേഖപ്പെടുത്താൻ കുഴപ്പമില്ല, തെറി വിളിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ അതിൽ രേഖപ്പെടുത്തുക കേട്ടോ. അത് നമ്മുടെ ഈ ചാനൽ, അതായത് ഈ വീഡിയോ ഒന്ന് റീച്ചായി പോകാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാണ്. ഓക്കെ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലി വ്ളോഗ് ചാനലാണല്ലോ നമ്മുടെ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ചാനൽ. രണ്ടുപേരും 2 ചാനലുണ്ട്. ഇപ്പം എന്നെക്കാട്ടിയും കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്കായിരിക്കും ആ ചാനലിനെ കുറിച്ച് അറിയാവുന്നത്. ആ ചാനലിൻ്റെ ആരാധകരായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ. ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലല്ല ഞാൻ എൻ്റെ ഒരു വീഡിയോസിലും ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. ഓക്കെ, എന്തായാലും ആ ചാനലിൽ ഇപ്പം 2 സഹോദരന്മാർ, ഒരു അച്ഛനമ്മ, അതുപോലെ തന്നെ ഒരു സഹോദരൻ്റെ വൈഫ്, കുഞ്ഞ് ഇതടങ്ങുന്ന ഒരു ഫാമിലി ആയിരുന്നു അവരുടേത്. അവരൊരുമിച്ചായിരുന്നു വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 3 മാസത്തിന് മുമ്പായിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിൻ്റെ ഫലമായിട്ട് അവരടിച്ച് പിരിയുന്നു, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകുന്നു, തമ്മിലടി ബഹളം എല്ലാം. വീണ്ടും അവരുടെ ഫാമിലി ഒന്നിച്ചിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ പുതിയൊരു ഇഷ്യൂ വന്നിരിക്കുകയാണ്. അവർ ഈ വഴക്കുണ്ടാക്കിയതെല്ലാം മനഃപൂർവ്വമാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് കാശുണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. അവർ സ്ക്രിപ്റ്റഡ് ആണ്, അവരുടെ വഴക്കെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ബ്രൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഒരു ബിഗ്ഗസ്റ്റ് സ്കാം 2025 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പബ്ലിക്കാക്കിയ ആ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്കിതിനെക്കുറിച്ച് ബാക്കി പറയാം. നമുക്കൊരു ഫോർച്യൂണർ എടുത്താലോ? അതിനിപ്പോ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഒരു 40-50 ലക്ഷം അത്ര ഉള്ളൂ. നിൽക്കട്ടെ, ഒരു മിനിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. അവന് ഈ വണ്ടി എടുക്കണം പറഞ്ഞാൽ നമുക്ക് 3 മാസം അടി ഉണ്ടാക്കണ്ടേ? 3 മാസം അത് കുഴപ്പമില്ല. നമുക്കിതാ തുടങ്ങാം. അച്ഛനോട് പോയി സ്ക്രിപ്റ്റ് ചെയ്താൽ പറയും. താങ്ക് യു ഏട്ടാ. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്കാമിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബെറ്റിംഗ് കമ്പനിക്കാരെ, ട്രേഡിംഗ് കമ്പനിക്കാരെ നടത്തുന്ന സ്കാമല്ല, പൊളിറ്റീഷ്യൻസ് ബ്രിഡ്ജ് കെട്ടുന്നവരുടെ കെട്ടാണ്ടിരുന്ന സ്കാമല്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് ഫാമിലി വ്ളോഗറുടെ സ്കാമിനെ പറ്റിയിട്ടാണ്. കേരളത്തിലെ ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് 2024. നമ്മൾ എത്രയോ ആക്ടേഴ്സിന്റെ ഫാമിലി കണ്ടുണ്ട്, പക്ഷേ ഫാമിലി ഫുൾ ആക്ടേഴ്സ് ആവുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. 2025 യൂട്യൂബിന്റെ ട്രെൻഡിങ് പേജിൽ പ്രഗ്നൻസി വീഡിയോ, ഡെലിവറി വീഡിയോ ഒക്കെ വരുന്നത് കേരളത്തിൽ മാത്രമായിരിക്കും. വ്ളോഗേഴ്സിന്റെ പൈതോറസ് ഫോർമുല എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് എ ചൈൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഗ്രോത്ത് ഓഫ് ദ ചൈൽഡ്. ഇനി മുതൽ 1ാം മാസം വ്ളോഗ്, 2ാം മാസം വ്ളോഗ്, അങ്ങനെ 10ാം മാസം വരെയുള്ള വ്ളോഗും, ലേബറും വ്ളോഗ്, ഡെലിവറി വ്ളോഗും, എന്തോരം കണ്ടന്റാ. ഒരു വ്ളോഗറിന്റെ ഫാമിലിയിൽ ഭാര്യ പ്രസവിക്കുമ്പോൾ ഫുള്ളി ചാർജ് ചെയ്തിട്ടുള്ള ക്യാമറയും പിടിച്ചുകൊണ്ട് ഭർത്താവ് ഫസ്റ്റ് ഇംപ്രഷൻ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. വ്ളോഗേഴ്സിന്റെ ബിസിനസ് മോഡൽ സക്സസ് ആവുന്നത് അവരുടെ കണ്ടന്റിൽ കുട്ടികളെ മിക്സ് ചെയ്യുമ്പോൾ. കുട്ടികളെ കാണിച്ചില്ലെങ്കിൽ ഇവർ എല്ലാവർക്കും ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ഇങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ഇന്ത്യയിൽ തന്നെ നടക്കത്തുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു, ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ബ്രോ. പിന്നെ യൂട്യൂബിന്റെ സെർവർ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. എല്ലാ യൂട്യൂബറും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത്. ഞാൻ ആ വീഡിയോ ഇട്ടെങ്കിൽ കൂടിയും ഞാൻ ഒരു പ്രശ്നം പറയട്ടെ, എൻ്റെ ആ ഒരു വീഡിയോ ഇട്ടെങ്കിൽ കൂടി അതിന് 10ന്റെ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മോനെ പിന്നെ നീ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് മോനെ ഏട്ടനുമായിട്ട് അടി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സിന്റെ ചാനൽസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആഴ്ചയിൽ ഓരോ കോൺട്രവേഴ്സീസ് ആണ്. കാരണം അവർക്കറിയാം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയാലാണ് പൈസ കൂടുതൽ കിട്ടുള്ളൂ. ഈ ചാനൽ ഒരു മാസം ഏൺ ചെയ്യുന്നത് 26 ലക്ഷം രൂപ. പ്രൊമോഷൻ കൂടി ആഡ് ചെയ്ത് പറഞ്ഞാൽ ഒരു 36 ലക്ഷം രൂപ വരും. ഈ കോൺട്രവേഴ്സി നടന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? ഒരു ഗ്രൂപ്പ് ആളുകൾ അവന്റെ അക്കൗണ്ടിൽ പോയി തെളിവിച്ചു, മറ്റേ ഗ്രൂപ്പ് ആളുകൾ മറ്റവന്റെ അക്കൗണ്ടിൽ പോയി തെളിവിച്ചു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവരുടെ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കി നിങ്ങളുടെ വാല്യുബിൾ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇവരുടെ വീഡിയോസ് കാണണ്ടെന്നല്ല, എല്ലാം ഡ്രാമയാണെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കാണാം. സർക്കസിലെ ജോക്കറിനെ കാണുന്ന പോലെ. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ ബിക്കോസ് ദേ ആർ ഏർണിംഗ് മണി ആൻഡ് യു ആർ ജസ്റ്റ്. കണ്ടല്ലോ, അതിൽ ഭയങ്കര കോമിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കണ്ടന്റിനല്ല പറയുന്നത്, എനിക്ക് ആ കോമിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെ എഡിറ്റിംഗ് ഒന്നും വലുതായിട്ട് അറിയില്ല കേട്ടോ. നമുക്ക് നല്ല ക്ലാരിറ്റിയുള്ള ഒരു ഫോണില്ല, മൈക്കില്ല, അതുപോലെ തന്നെ എഡിറ്റിംഗ് വലുതായിട്ടൊന്നും അറിയില്ല. പഠിച്ച് വരുന്നതേ ഉള്ളൂ. കുഞ്ഞു എഡിറ്റിംഗ് മാത്രമേ അറിയത്തുള്ളൂ. സിസ്റ്റമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം ഫോണിൽ തന്നെയാണ്. ഈ ഫോൺ ചാവാറായിരിക്കുകയാണ്. പുതിയൊരു ഫോൺ മേടിച്ചേ പറ്റത്തുള്ളൂ.
ഓക്കെ, അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പം പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനൽ നമ്മൾ പറഞ്ഞു ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ വഴക്കുണ്ടായത് അവർ സ്ക്രിപ്റ്റ് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആ വഴക്ക് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് തോന്നുന്നില്ല. കാര്യം ഈ അത് വഴക്കിന് മുമ്പായിട്ടുണ്ടായിരുന്ന ഫാമിലി വ്ളോഗ്സുകൾ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് സംശയമുണ്ട്. കാര്യം ഒരു ഫാമിലി ആയിക്കഴിഞ്ഞാൽ, അതായത് അച്ഛൻ, അമ്മ, ഇപ്പോൾ സഹോദരങ്ങളടങ്ങുന്ന ഒരു ഫാമിലിയിൽ എപ്പോഴും സന്തോഷം മാത്രമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ എന്തായാലും ഉണ്ടാവും. വേറൊരു കുടുംബത്തിൽ നിന്ന് വന്ന് കയറുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവർക്കിടയിൽ എന്തായാലും പ്രശ്നങ്ങളുണ്ടാകും. എന്നിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ തന്നെ പ്രശ്നമുണ്ടാകുന്നു. പിന്നെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതാണ് സ്ക്രിപ്റ്റഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ വഴക്കെന്ന് പറയുന്നത് നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചെറിയ ചെറിയ ഈഗോ ക്ലാഷുകളുടെ ഫലമായിട്ട്, പിന്നെ അമ്മ മരുമോള്, പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ബ്രദേഴ്സ് തമ്മിലൊക്കെ എപ്പോഴും ഇഷ്യൂസൊക്കെ ഉണ്ടാകും. അത് നാച്ചുറൽ, അത് നമ്മുടെ സത്യമാണ്, അത് പ്രപഞ്ച സത്യമാണ്, സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കില്ല. മനുഷ്യരാണ്, വ്യത്യസ്ത സ്വഭാവമാണ് ഓരോരുത്തർക്കും. അപ്പോൾ ആ വഴക്കുകളൊക്കെ സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അത് സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷേ എന്നാൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വഴക്കുകളും ഉണ്ട്, അതും സത്യമാണ് കേട്ടോ. പക്ഷെ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഡെയിലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. VR in Love എന്ന് പറഞ്ഞിട്ടുണ്ട്. VR in Love 2 സിന്ധുഅമ്മ വ്ളോഗ്സ് പിന്നീടാണ് കേട്ടോ. അത് ഈ 2 ചാനലിലെ എല്ലാ വീഡിയോസും ഞാൻ കാണുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പുവിൻ്റെ വീഡിയോസും അമ്മുവിൻ്റെ വീഡിയോസും അമ്പിളി ചേച്ചി, അവരുടെ ഫാമിലി ഫുൾ ഇഷ്ടമായിരുന്നു. ഇതും അതുപോലെയാണ്. ഒരു സുപ്രധാന നിമിഷം പെട്ടെന്നൊരു ദിവസം അവരുടെ ഫാമിലീസ് അടിച്ച് പിരിയുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് അങ്ങനെ വിളിച്ചു, ഇങ്ങനെ വിളിച്ചു, മറ്റേത് വിളിച്ചു. അതിനെല്ലാം തെളിവുകളുണ്ട് ഇവരുടെ കയ്യിൽ. അതാണ് രസം. എന്ന് വെച്ചാൽ ഇവർ ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴെല്ലാം വീഡിയോസും വോയിസ് ക്ലിപ്പും ഒക്കെ ആയിട്ട് ഇതിന് തെളിവുകൾ സൂക്ഷിച്ചു വെക്കും. കാരണം ഇവരെപ്പോഴെങ്കിലും വിചാരിക്കുമായിരിക്കും അല്ലേ വഴക്കുകളുണ്ടാകുമ്പോൾ തെളിവുകൾ വേണമെന്ന്. അതുപോലെ തന്നെ ഇവിടെ പ്രവീൺ പ്രണവിൻ്റെ ഈ സംഭവം ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇവർ ഈ വീഡിയോസൊക്കെ എടുത്തു വെക്കും. എന്നിട്ട് ഈ ലേറ്റസ്റ്റ് ഇത് പബ്ലിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വഴക്കൊക്കെ ഉണ്ടായതിന് ശേഷം തലേ ദിവസം പോലും ഒരുമിച്ച് ഇന്ന് വീഡിയോ ഇട്ടിട്ടാണ് പിറ്റേ ദിവസം ഒരു വഴക്കുണ്ടായിട്ട് പഴയ കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വഴക്കെന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞത്. എന്നിരുന്നാലും ഈ ഒരു ബ്രൂട്ടോടെ വീഡിയോയെ ചൊല്ലി പ്രവീൺ ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം. നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു 100K അല്ലെങ്കിൽ 200K അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടന്റ് ആക്കിയിട്ട് അതിൽ നിന്ന് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല. നെഗറ്റീവ് വ്യൂസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ ആരും. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ചാനലിൽ അന്നും അച്ഛനും അമ്മയും കൊച്ചും നമ്മളെല്ലാവരുമായിട്ടും ചെയ്യുന്ന വീഡിയോയിൽ പിന്നെ മൃദുല വന്നപ്പോഴായിക്കോട്ടെ നമുക്കൊരു ആവറേജ് ആയിട്ടുള്ളൊരു വ്യൂസ് ഉണ്ട്. അപ്പം ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് റീച്ച് ആവേണ്ട ഒരു ആവശ്യം. അതിന് മുമ്പ് വരെ വന്നത് അല്ലെങ്കിൽ ആ മിണ്ടാതിരുന്ന കുറേ നാളുകൾക്ക് മുമ്പ് വന്ന കമൻസ് ഇങ്ങനെയായിരുന്നു: അച്ഛനും അമ്മയോടും സ്നേഹമില്ലാത്തവൻ, ആരോടും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തൊരു മകൻ, വൈഫിൻ്റെ വാക്ക് കേട്ട് പോകുന്ന ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ചീത്തോളിയായിരുന്നു എനിക്ക് അന്ന് വരെ. മിണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ്, ഇതെല്ലാം നാടകം. അപ്പം മിണ്ടിയതാണോ പ്രശ്നം, മിണ്ടാതിരുന്നതാണോ പ്രശ്നം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത്. അതിൽ പ്രവീണിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കേട്ടല്ലോ. അതായത് അവരുടെ ഫാമിലി വ്ലോഗ്സ് കാണുന്നവർക്കറിയാം. അതായത് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയൊരു സംഭവം ചെയ്ത് അരി വാങ്ങിക്കേണ്ട കാര്യം അവർക്കില്ല. അതുപോലെ തന്നെ ഒരു മിസ്ലീഡിങ് തംബ്നെയിൽ പോലും കൊടുത്ത് പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരുപാട് പേരെന്ന് പറയുന്നത് എന്താണോ വീഡിയോയിൽ ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള തംബ്നെയിൽസ് കൊടുക്കും. അതുപോലെ തന്നെ വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി തംബ്നെയിൽ കൊടുക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലും പ്രവീൺ പ്രണവ് ചെയ്തിട്ടില്ല. പിന്നെയാണ് ഞാൻ ബിഗ്ഗസ്റ്റ് സ്കാം ചെയ്തു എന്ന് പറഞ്ഞ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രവീൺ പറയുന്നത്. നമ്മളെ ഈ ഫാമിലി വ്ലോഗ്സ് ആയാൽ ഇപ്പം ഇണക്കങ്ങളും സർവ്വസാധാരണമാണ് ഫാമിലിയിൽ. അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്നൊരു സജഷൻ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. നമ്മൾ ഫാമിലീസ് എന്നായാലും ഒന്നാകും അല്ലേ. നമ്മൾ അച്ഛനമ്മ സഹോദരങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാവരും ഒന്നിക്കും. ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാതെ ആയിപ്പോകും. അതാണ് VR in Loveൻ്റെ ഫാമിലിയിൽ സംഭവിച്ചത്. അന്നേരത്തെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെ കയ്യിൽ പക്കലുണ്ടായിരുന്ന തെളിവുകൾ പുറത്ത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അവർ വീണ്ടും ഒന്നിച്ചത്, വീണ്ടും ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയി. ഇത് മുതലെടുക്കാൻ ഒരുപാട് മറ്റ് ആളുകൾ കാണും, മനസ്സിലായോ? അപ്പോൾ അത് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും പ്രവീൺ പ്രണവിൻ്റെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലായിരുന്നു പ്രവീൺ പ്രണവ് ഫാമിലി വ്ലോഗ് എന്ന് പറയുന്നത്.
ഇപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം പ്രണവ് കൊച്ചു പ്രത്യേകം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ, അത് നമ്മൾ ആ വിഷയം വിട്ടുപോയി കേട്ടോ. നമ്മളെ പ്രവീൺ, ഞാൻ ഈ ഇതിൽ നമ്മളെ ഫാമിലി ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് കാട് കയറിപ്പോയത്. നമ്മുടെ പ്രവീൺ പ്രണവ് ഒരു ഫോർച്യൂൺ കാർ എടുത്തു. അപ്പോൾ ഫോർച്യൂൺ കാർ എടുത്തതിൻ്റെ ഈഗോയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നം. നമ്മുടെ മലയാളികളുടെ ഒരു പ്രധാന പ്രശ്നമാണ് ആരും നന്നാവുന്നത് ഇഷ്ടമല്ല. അതിനി എങ്ങനെ ഇപ്പോൾ ഓരോരുത്തർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഇപ്പോൾ പ്രവീണ് കാറ് മേടിച്ചു, വീട് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് കുശുമ്പ് അടിച്ചിട്ട് കാര്യമുണ്ട്. നമ്മളും അധ്വാനിച്ച് നമ്മളതൊക്കെ വാങ്ങിക്കണം. അല്ലാതെ അവർ വാങ്ങിച്ചു അതുകൊണ്ട് അവരിങ്ങനെയാണ് വാങ്ങിച്ചത്, നമ്മളെ പറ്റിച്ചാണ് മേടിച്ചത്, അത് അവരുടെ മിടുക്ക്. അവരിത് കാണിച്ചപ്പോൾ നിങ്ങൾ കാണാൻ നിന്നിട്ടല്ലേ അവർക്കത് വാങ്ങിക്കാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഒരു യൂട്യൂബേഴ്സും വീഡിയോസ് ഇടുന്നത്, ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും എല്ലാം യൂട്യൂബേഴ്സ് എന്ത് വീഡിയോസ് ഇടുന്നത് അതിനകത്ത് പുറകിൽ ഏണിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷെ അതിനായിട്ട് നമ്മൾ തെറ്റായ രീതിയിലൊന്നും ആരെയും തെറ്റിദ്ധരിപ്പിച്ചൊന്നും വാങ്ങിക്കാതിരിക്കാം. സത്യസന്ധമായ മേഖലയിലൂടെ നേടിയെടുക്കുക, അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇതിൽ തന്നെ പ്രവീൺ പ്രണവ് ഇപ്പോൾ ഫോർച്യൂൺ കാറ് വാങ്ങിച്ചു, ഇപ്പം വലിയ ലക്ഷങ്ങളുടെ വീട് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ മിടുക്കാണ്. അവർ വീഡിയോസ് ഇട്ട് അവർ വാങ്ങിച്ചു, അവർക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ട്, അതിലൂടെ അവർ വാങ്ങിച്ചു. അതിൻ്റെ പേരിൽ കുശുമ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ അവരുടെ ചാനലിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. പക്ഷേ ഞാൻ ഇതിപ്പോൾ ആരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും അല്ല കേട്ടോ പറയുന്നത്. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഫാമിലിക്ക് അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്ന് കണ്ടന്റ് ആക്കി പേയ്മെൻറ്റ് വാങ്ങിച്ചത് വളരെയധികം മോശമായിട്ടാണ് അത് തോന്നുന്നത്. പക്ഷേ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, എല്ലാം എടുക്കും. ഇപ്പം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഫാമിലി വ്ളോഗായിട്ടാണ് തുടങ്ങിയത്. മീൻസ് വ്ളോഗൊന്നും ചെയ്യില്ല, വീട്ടിലുള്ള കാര്യങ്ങൾ, കുക്കിങ്, ക്ലീനിങ്, അതുപോലെ ഞങ്ങൾ പുറത്തു പോകുന്ന കാര്യങ്ങളെല്ലാം അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ അത് വ്ളോഗാണോ എന്ന് വെച്ചാൽ വ്ളോഗ് മീൻസ് നമ്മൾ നടക്കുന്ന സംഭവങ്ങൾ അതേപോലെ അപ്പോൾ തന്നെ. ഇതിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ വീഡിയോസ് എടുത്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പം നമുക്ക് എല്ലാം കണ്ടന്റാണ്, നമ്മൾ എവിടെ പോയാലും കണ്ടന്റാണ്, വന്നാലും കണ്ടന്റ്. ഇപ്പം ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരേജ്, പിന്നെ ഡെലിവറി, പ്രഗ്നൻസി, ആ ഒരു പീരീഡൊക്കെ ഉണ്ടല്ലോ, 1 month തൊട്ട് 10 month വരെയുള്ള ഈ ടൈമൊക്കെയാണ് അവർ ചാകര എന്ന് പറയുന്നത്. അതൊക്കെ അവർ മാക്സിമം കണ്ടന്റ് ആക്കി എടുത്ത് അവരുടെ വ്യൂവേഴ്സിനെ കൂട്ടാൻ ശ്രമിക്കും. അത് അവരുടെ കഴിവാണ്, അല്ലാതെ വേറൊന്നിട്ട് നമ്മളതിനെ കുശുമ്പ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തായാലും പടിപ്പടിയായിട്ട് ഉയർന്നു വന്ന ഒരു യൂട്യൂബറാണ് നമ്മുടെ പ്രണവ് കൊച്ചു എന്നൊക്കെ പറയുന്നത്. അവരെല്ലാം ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, അവർ തെറ്റാണെന്നും പറയുന്നില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അവരുടെ എന്ത് കണ്ടന്റ് ഉണ്ടാക്കിയും അവർ വ്യൂവേഴ്സിനെ കൂട്ടുക എന്ന് പറയുന്നത് അവരവരുടെ മിടുക്ക് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും മുന്നേറണമെങ്കിൽ ഇപ്പോൾ ഇവരെ വിമർശിക്കുന്ന യൂട്യൂബേഴ്സിനോടും അനുകൂലിക്കുന്ന യൂട്യൂബേഴ്സിനോടും പറയാനാണ്, നിങ്ങൾക്കും ഉയരണമെങ്കിൽ നിങ്ങളും ഇതുപോലെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് മുന്നേറുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ പബ്ലിക്കിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ മാത്രം പബ്ലിക്കിൽ എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ പല്ലിൽ കുത്തിയിട്ട് നമ്മൾ തന്നെ മണപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും അല്ലെങ്കിൽ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.